നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. 10 ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ സംയുക്തമായി ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. കണ്ണൂരിൽ നടന്ന ജില്ലാ റാലിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തലശ്ശേരി മാടപ്പിടികയിൽ BJP CPM സംഘർഷം. പോലീസിന് നേരെ ബോംബെറിഞ്ഞു. ഒരു പോലീസുകാരന് പരിക്ക്. ബോംബ് പൊട്ടി 4 RSS പ്രവർത്തകർക്കും പരിക്കേറ്റു. ശ്രീകണ്ഠാപുരത്ത് വീടിന് നേരെ ഗുണ്ടാക്രമണം. വാതിലുകളും ജനലുകളും തകർത്തു. കണ്ണൂർ സിറ്റിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ കത്തിച്ചു. തീ വീടിന്റെ ജാലിയിലേക്കും പടർന്നു. വീട്ടുടമസ്ഥന്റെ മകളുടെ ഭർത്താവ് അറസ്റ്റ്. ബ്ലേഡ് മാഫിയ വീണ്ടും പിടിമുറുക്കുന്നു. വാരത്ത് വാഹനത്തെ പിന്തുടർന്ന് ബ്ലേഡ് മാഫിയയുടെ ആക്രമണം. 2 പേർക്ക് പരിക്ക്. ഭരണശ്ശേരിയിലെ ഒരു യുവാവിന് ബ്ലേഡ് സംഘത്തിന്റെ വെട്ടേറ്റു. ഓപ്പറേഷൻ കുബേര നിർജീവമെന്ന് ആക്ഷേപം. വാർത്തകൾ വിശദമായി. തലശ്ശേരി മാടപ്പിടികയിൽ CPM BJP സംഘർഷം. പോലീസിന് നേരെ ബോംബെറിഞ്ഞു. ഒരു പോലീസുകാരന് പരിക്ക്. ബോംബ് പൊട്ടി 4 RSS പ്രവർത്തകർക്കും പരിക്കേറ്റു. മാടപ്പിടിക പാർസിക്കുന്നിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് CPM BJP സംഘർഷം ഉടലെടുത്തത്. CPM തലശ്ശേരി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തകരുടെ പരേഡ് പ്രാക്ടീസിനെ ചൊല്ലി CPM BJP പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ RSS BJP പ്രവർത്തകരായ മാടപ്പിടിക പുരയിൽ മീത്തൽ മഹേഷ്, ശ്രീരാഗം വീട്ടിൽ ഷിനോജ്, തിരുവങ്ങാട്ടെ ആഷിഖ് എന്നിവരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും മാടപ്പിടിക പുറക്കണ്ടി വീട്ടിൽ ഷൈജുവിനെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പോലീസിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ KAPയിലെ സിവിൽ പോലീസ് ഓഫീസർ സജിനേഷിനാണ് പരിക്കേറ്റത്. ഇയാളെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷ വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ന്യൂ മാഹി SI മുകുന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് നേരെയാണ് ബോംബെറിഞ്ഞത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സംഘമാണ് പോലീസിന് നേരെ ബോംബെറിഞ്ഞതെന്നും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് ചീഫ് ഉണ്ണിരാജ പറഞ്ഞു. എന്നാൽ വീടിന് മുന്നിലിരിക്കുകയായിരുന്ന BJP പ്രവർത്തകർക്ക് നേരെ CPM സംഘം ബോംബെറിയുകയായിരുന്നുവെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് N ഹരിദാസ് ആരോപിച്ചു. ശ്രീകണ്ഠാപുരത്ത് പെരുവളത്ത് പറമ്പിൽ വീടിന് നേരെ ഗുണ്ടാക്രമണം. കീഴ്ത്തടുത്ത് മുഹമ്മദ് അഷ്റഫിന്റെ വീടിന് നേരെയാണ് ഇന്നലെ അർദ്ധരാത്രി ആക്രമണം നടന്നത്. ജനലുകളും വാതിലുകളും തകർത്ത സംഘം വീട്ടുകാരെ ആക്രമിക്കുവാനും ശ്രമിച്ചു. പെരുവളത്തുപറമ്പിൽ പെട്രോൾ പമ്പിന് സമീപത്തെ കീത്തടുത്ത് മുഹമ്മദ് അഷ്റഫിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ രാത്രി 11ഓടെയായിരുന്നു സംഭവം. കാർ കേടായി വഴിയിലായെന്നും വീൽ സ്റ്റാൻഡ് ഉണ്ടോ എന്ന് ആവശ്യപ്പെട്ടുമാണ് 8 സംഘം വീട്ടിലെത്തിയതെന്ന് മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു. ജനൽ തുറന്ന് വീൽ സ്റ്റാൻഡ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വടിവാൾ ഉപയോഗിച്ച് വെട്ടാനും ശ്രമിച്ചെന്നും ജനലുകളും വാതിലുകളും അടിച്ചു തകർക്കുകയായിരുന്നുവെന്നും പറയുന്നു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലുകളും സംഘം അടിച്ചു തകർത്തു. വീട്ടുകാർ നിലവിളിച്ചപ്പോൾ സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. നേരത്തെ ശ്രീകണ്ഠാപുരത്ത് വ്യാപാരിയായിരുന്ന മുഹമ്മദ് അഷ്റഫ് ഇപ്പോൾ കർണാടകയിൽ ബിസിനസ് നടത്തുകയാണ്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ കത്തിച്ചു. മൈതാനപ്പള്ളിയിലെ AP ഫാറൂഖിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സുസുക്കി സ്കൂട്ടറാണ് ഇന്ന് പുലർച്ചെ അഗ്നിക്കിരയാക്കിയത്. സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചു. തീ പടർന്ന് വീടിന്റെ ഞാലിയും കത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഫാറൂഖിന്റെ മകൾ മഹ്റുൻ ന്യൂസിയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറായ ഭവീഷിനെ അറസ്റ്റ് ചെയ്തു. ഞാൻ പണിക്ക് പോയ ആളാണ്. 11 പണിയും ചെയ്യുമ്പോൾ അപ്പോൾ വീടെന്താ വർക്കാരത്തിൻ്റെ പ്രശ്നം നടന്നതിന് ഞാനറിയുന്നില്ല. ഞാൻ 11 മണിക്ക് വന്ന് സാധനത്തിന് 12 മണിക്ക് കിടക്കുമ്പോൾ 1-1.5 മണി വരെ ഒരു സംഭവമില്ല. ഒരു 2-2.5 മണി വരെ തന്നെ കത്തുന്നു. 2-2.5 മണി വരെ പുറൻ്റെ നോക്കുകൊണ്ട് തീയ ആളി കത്തുന്നതാണ്. തുറന്നു നോക്കും വണ്ടി കത്തുന്നത്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സർക്കാരുകൾക്ക് മുന്നറിയിപ്പ് നൽകി തൊഴിലാളികൾ ദേശവ്യാപകമായി പ്രക്ഷോഭം നടത്തി. തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ജില്ലയിൽ നടത്തിയ റാലിയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ, INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി NP പത്മനാഭൻ തുടങ്ങിയ നേതാക്കൾ റാലിയെ അഭിസംബോധന ചെയ്തു. തൊഴിൽ നിയമങ്ങളിലെ തൊഴിലാളി വിരുദ്ധ ഭേദഗതികൾക്കെതിരായും 10 ആവശ്യങ്ങൾ ഉന്നയിച്ചും വിവിധ ട്രേഡ് യൂണിയനുകളുടെയും ഫെഡറേഷനുകളുടെയും സർവീസ് മേഖലയിലെ വിവിധ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദേശവ്യാപകമായ പ്രക്ഷോഭം നടത്തിയത്. പാർലമെന്റിന് മുന്നിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും സംയുക്തമായി റാലി നടത്തുകയും ദേശീയ പ്രതിഷേധ ദിനമായി ആചരിക്കുകയുമാണ് ചെയ്തത്. തൊഴിലാളി സംരക്ഷണം അട്ടിമറിക്കുകയാണ് മോഡി സർക്കാർ ചെയ്യുന്നതെന്നും നാസി തലവൻ ഹിറ്റ്ലർ സ്വേച്ഛാധിപത്യത്തിന് തുടക്കമിട്ടത് തൊഴിൽ നിയമങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണെന്നും CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ പറഞ്ഞു. നമ്മുടെ സ്വതന്ത്രമായതിനു ശേഷവും നാം നടത്തിയ പ്രക്ഷോഭത്തിന്റെ സമരത്തിന്റെ ഭാഗമായി നേടിയെടുത്ത സംരക്ഷണം
അതില്ലാതാക്കുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ആദ്യമായി ശ്രമിച്ചത്. ഞാൻ ഓർക്കുന്നത്, നമുക്കറിയാം ജർമ്മനി ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വന്നു. 1932 ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിലേക്ക് വരുന്നത്. അദ്ദേഹം അധികാരത്തിൽ വന്ന് 2ാമത്തെ മാസം ആദ്യം ചെയ്തത് ജർമ്മനിയിലെ ട്രേഡ് യൂണിയൻ നിയമങ്ങൾ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തൊഴിലാളികൾ കൈകോർക്കുന്നതാണ് മോഡി സർക്കാരിനെതിരെ BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രക്ഷോഭരംഗത്ത് വരാൻ കാരണം. ഈ ഐക്യം മുന്നോട്ട് കൊണ്ടുപോയാൽ രാജ്യത്തിന്റെ ഭരണം തൊഴിലാളികളുടെ കൈകളിലെത്തുമെന്ന് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി NP പത്മനാഭൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രതിഷേധ പരിപാടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യത്തെ തൊഴിലാളി വർഗം ഒന്നിച്ച് ഒരൊറ്റ കൊടിക്കീഴിൽ അണിനിരന്നിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, UPA സർക്കാരിന്റെ കാലത്ത് INTUCയുടെ നേതൃത്വത്തിൽ തന്നെ ആദ്യം തുടക്കം കുറിച്ച ഈ പരിപാടിയിൽ അവസാനം എല്ലാവരും ഒരൊറ്റ കൊടിക്കീഴിൽ ഒരു ഏകോപന സമിതി എന്ന പേരിൽ തന്നെ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അതിന് നേതാവായി INTUCയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ G. സഞ്ജീവ് റെഡ്ഡിയെ ഇന്ത്യയിലെ എല്ലാ ട്രേഡ് യൂണിയനുകളും തെരഞ്ഞെടുത്തു. അങ്ങനെ ആരംഭിച്ചിരിക്കുന്ന ഈ സമരം BJP സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷവും ശക്തിയുക്തം തുടരുകയാണ്. N. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ, AITUC ജില്ലാ സെക്രട്ടറി CP. സന്തോഷ് കുമാർ, UTUC സംസ്ഥാന സെക്രട്ടറി KP. രമേശൻ, BMS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP. സുരേഷ് കുമാർ, MA. കരീം, KK. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാബറി മസ്ജിദ് വാർഷികം നാളെ. റെയിൽവേ സ്റ്റേഷനുകളിലും ആൾത്തിരക്കേറിയ ഭാഗങ്ങളിലും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. NDF-ന്റെ ആഭിമുഖ്യത്തിൽ നാളെ ബാബറി ദിനം ആചരിക്കും. ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷിക ദിനമായ ഡിസംബർ 6-ന് മുന്നോടിയായാണ് പരിശോധന. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് സംയുക്തമായാണ് പരിശോധന നടത്തിയത്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും തീവണ്ടികളിലും പരിശോധന നടത്തും. ലഗേജുകൾ, ഉടമകളില്ലാതെ ഉപേക്ഷിച്ച പാർസലുകൾ തുടങ്ങി അസ്വാഭാവികമായ എല്ലാ പൊരുളുകളും ബോംബ് സ്ക്വാഡ് പരിശോധിച്ചു. ബോംബ് സ്ക്വാഡ് SI ഷാജു തോമസ്, RPF ഉദ്യോഗസ്ഥരായ ഭരദ്വാജ്, മനോജ് കുമാർ, ശശിധരൻ, സുനിൽ എന്നിവർ നേതൃത്വം നൽകി. മണം പിടിച്ച് ബോംബ് കണ്ടെത്തുന്നതിൽ സമർത്ഥയായ ജിമ്മി എന്ന നായയും ഒപ്പമുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഇന്നും നാളെയും മറ്റന്നാളും ജാഗ്രത പാലിക്കണമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. വാഹനത്തെ പിന്തുടർന്ന് ബ്ലേഡ് മാഫിയയുടെ ആക്രമണം. വാരം സ്വദേശി തോമസിനെയും ഓട്ടോ ഡ്രൈവർ AV പ്രകാശിനെയുമാണ് ചതുരക്കിണറിൽ വെച്ച് ഒരു സംഘം ആക്രമിച്ചത്. ഓപ്പറേഷൻ കുബേരയ്ക്ക് ശേഷം കണ്ണൂരിൽ ബ്ലേഡ് മാഫിയ വീണ്ടും പിടിമുറുക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. ഇന്നലെ വൈകിട്ടോടെ വാരം ചതുരക്കിണറിനു സമീപത്താണ് സംഭവം. കണ്ണൂരിലെ സ്കൂളിൽ നിന്നും വാരം സ്വദേശിയായ തോമസിന്റെ മക്കളെ വീട്ടിലെത്തിക്കാൻ പോയതായിരുന്നു ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാവും CITU പ്രവർത്തകനുമായ AV പ്രകാശൻ. തിരികെ വരുമ്പോൾ തോമസും കൂടെ ഓട്ടോയിൽ കയറി. ഇവരുടെ ഓട്ടോയെ പിന്തുടർന്ന KL 59H1966 ഇന്നോവ കാർ ഓട്ടോയ്ക്ക് കുറുകയിട്ട് തോമസിനെ ആക്രമിക്കാൻ ഒരുങ്ങി. ഈ സമയം തടഞ്ഞു നിർത്താൻ ചെന്ന പ്രകാശനെയും മർദ്ദിക്കുകയായിരുന്നു. പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് കഴിഞ്ഞ് പിന്നെ ഇവരെന്ത് ചെയ്തു, ഒരു ബസ് വരുമ്പോൾ തന്നെ ഇവരെ പിന്നെ ഈ ഇരക്കുടി പട്ടണ മുമ്പിലോട്ട് എടുത്തു. അതിന് മുമ്പിൽ തന്നെ എൻ്റെ വണ്ടീൻ്റെ 2 മൾഗാർഡിനും ഇവരെ ഇടക്കിടക്ക് വരച്ചിട്ടുണ്ടായി. ഇടത്തോട്ടും വലത്തോട്ടും എടുത്തിട്ട് വണ്ടിക്ക് വരച്ച് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ടായി. 2 മൾഗാർഡും വണ്ടി ഇപ്പോൾ ഈ ആശുപത്രി താഴത്തുണ്ട് 2 മൾഗാർഡിന് വരച്ച് കേടുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവർ വണ്ടി മുമ്പിൽ ക്രോസായിട്ട് ശേഷം ഇവരെ വന്ന് ഈ ആളുകൾ 5 ആളുകൾ വന്ന് ഇവരെ വലിച്ചപ്പോൾ ഞാൻ തടഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ പ്രശ്നമുണ്ടെങ്കിൽ ടൗണിൽ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അതിനെങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുന്നത്, നിങ്ങൾ വണ്ടിയിലുള്ള ആളെ ഒഴിവാക്കി, നിങ്ങൾക്ക് ഇയാൾ എൻ്റെ വണ്ടിയിൽ വരാമെന്ന് പറയുന്നത്, ടൗണിലേക്കാണ് വരുന്നത് താനും, പിന്നെ നിങ്ങളിങ്ങനെ ഒരു സീൻ ഉണ്ടാക്കേണ്ട പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്നെ അടക്കം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നീട് അന്ന അടിക്കുകയും ചവിട്ടുകയും ചെയ്തിട്ടുണ്ട്. സിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്ലേഡ് പലിശക്കാരൻ സെയ്ദിൽ നിന്നും തോമസ് 20 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. പലതവണയായി 40 ലക്ഷം രൂപയും 30 സെന്റ് ഭൂമിയും സെയ്ദ് സ്വന്തമാക്കി. വീണ്ടും പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തോമസ് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. തന്റെ മക്കളെ കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയതായി തോമസ് പറയുന്നു. അയാളോട് ഞാൻ പണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 30 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് ബ്ലാങ്ക് പേപ്പർ അയാളുടെ ചെക്കും ഒക്കെ അയാളുടെ കയ്യിലുണ്ട്. അതിൽ പിന്നെ ഒരു പേപ്പറിൽ അയാൾ എൻ്റെ വീട് വിറ്റതായിട്ട് കാണിച്ച് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ പല പ്രാവശ്യം സ്കൂളിലും വീടിൻ്റെ അവിടെ വന്ന് പ്രശ്നമാക്കിയിട്ട് ഞാൻ പോലീസ് കേസ് കൊടുത്തിട്ടൊക്കെ ഉള്ളതായിരുന്നു. 1 വർഷം മുന്നേ അയാളുടെ ഇടപാട് കഴിഞ്ഞതാണ്.
എല്ലാ ഫുൾ പൈസയും കൊടുത്താണ് 30 സെൻറ്റ് സ്ഥലവും രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ഓപ്പറേഷൻ കുബേരയോടെ പിൻവാങ്ങിയ ബ്ലേഡ് സംഘം ഒരിടവേളയ്ക്ക് ശേഷം നഗരത്തിൽ വീണ്ടും പിടിമുറുക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൈയിൽ നിന്നുള്ള ബ്ലേഡ് സംഘത്തിന്റെ വെട്ടേറ്റ് യുവാവ് ചികിത്സയിലാണ്. ബ്ലേഡ് സംഘം ഭീഷണിപ്പെടുത്തുന്നതിനെതിരെ യുവാവ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. പ്രതികാരം എന്നോണമാണ് ഭരണശ്ശേരിയിൽ വെച്ച് യുവാവിനെ ആക്രമിച്ചത്. മോഹന സ്വപ്നങ്ങളുമായി ഗൾഫിൽ പോയ മകനെയും കാത്ത് ഒരു കുടുംബം. അഴീക്കോട് സ്വദേശി കക്കോപ്രത്ത് വീട്ടിൽ മുകേഷാണ് റിയാദിൽ പോയത്. എന്നാൽ മാസങ്ങളായി മുകേഷിനെ കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ കണ്ണീർ വാർക്കുകയാണ് മുകേഷിന്റെ കുടുംബം. മുകേഷിനെ ഗൾഫിലെത്തിച്ച അൻസാരിയെ ചോദ്യം ചെയ്താൽ വിവരം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇവർ. അഴീക്കോട് പഞ്ചായത്ത് 4-ാം വാർഡിലെ മലയഞ്ചാൽ കക്കോപ്രത്ത് വീട്ടിൽ കണ്ണീരൊഴിഞ്ഞ നേരമില്ല. ഒരുപാട് സ്വപ്നങ്ങളുമായി ഇറങ്ങിപ്പോയ ഏക മകനെയോർത്ത് ഉരുകുന്ന അച്ഛനും അമ്മയും ഏട്ടന്റെ ശബ്ദത്തിനും സാമീപ്യത്തിനും കൊതിക്കുന്ന അനിയത്തിമാരും ഈ വീട്ടിൽ കണ്ണീരുണ്ട് കഴിയുകയാണ്. അച്ഛനും മകനും കൂലിപ്പണിയെടുത്ത് അല്ലലില്ലാതെ ജീവിക്കുന്നതിനിടയിൽ അയൽക്കാരന്റെ മോഹ വാഗ്ദാനങ്ങളിൽ കുടുങ്ങിപ്പോയതാണ് വിനയായത്. ഗൾഫിൽ നല്ല ജോലിയും കൂലിയും എന്ന് കേട്ടപ്പോൾ 30-കാരനായ മുകേഷിന്റെ മനസ്സിലും ആഗ്രഹങ്ങൾ വിത്തിട്ടു. പണയത്തിലായ വീട്, അനിയത്തിമാരുടെ വിവാഹം, മാതാപിതാക്കളുടെ സംരക്ഷണം, തൻ്റെ ഭാവി ഒക്കെ ഓർത്താണ് മുകേഷ് 65,000 രൂപ കൊടുത്ത് വിസ വാങ്ങി അക്കരെ കടന്നത്. എന്നാൽ ഇപ്പോൾ ആടുജീവിതത്തിലെ നജീബിനെ പോലെ ധിക്കറിയാതെ മരുഭൂമിയിൽ തൻ്റെ മകൻ മുട്ടി നിൽക്കുകയാണെന്ന് അച്ഛൻ പറഞ്ഞു. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള സോറാബി എന്ന് പറയുന്ന അവളുടെ ഭർത്താവ് അൻസാരി എൻ്റെ മകനോട് ഗൾഫിൽ സൗദിയിൽ നല്ല ജോലിയുണ്ട്, 10-18,000 രൂപ ശമ്പളം കിട്ടും, ഇവിടെ നാട്ടിൽ പണിയെടുക്കുന്ന എൻ്റെ മകനെ സൗദിയിൽ കഴിഞ്ഞ ജൂലൈ 21 അവിടത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതുവരെ ശമ്പളം അയച്ചിട്ടില്ല. അവൻ അൻസാരി ഞങ്ങളെ വിളിക്കുന്നില്ല. നമ്മളെ മകനും ഫോണിൽ ഒന്നും സംസാരിക്കാൻ വേണ്ടി ഫോൺ അറബി കൊടുക്കുന്നില്ല. ഒന്നും വേണ്ട, തൻ്റെ മകനെ ജീവനോടെ കണ്ടാൽ മാത്രം മതി എന്നായിരിക്കുന്നു അമ്മയുടെ മനസ്സ്. എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് അയച്ചു തരണം. എൻ്റെ അയൽവാസിയാണ് കൊണ്ടുപോയിന്, നല്ല പണിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. പിന്നെ പണിയെടുത്ത് ജീവിക്കുന്ന കുട്ടീനെയാണ് കൊണ്ടുപോയി ഫോണും ഇല്ല, വിളിയും ഇല്ല, പിന്നെ ശമ്പളവും ഇല്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മളുള്ളത്. സൗദിയിലേക്ക് കൊണ്ടുപോയ അയൽക്കാരൻ അൻസാരിയും ഇപ്പോൾ മിണ്ടുന്നില്ല. അജ്ഞാതമായ ഏതോ കേന്ദ്രത്തിൽ നിന്ന് ഏതൊക്കെയോ നേരങ്ങളിൽ ആരുടെയൊക്കെയോ ഫോണിൽ 1-2 തവണ ഏട്ടൻ വിളിച്ചതൊഴിച്ചാൽ ബാക്കി ദുരൂഹമാണെന്ന് അനിയത്തി ഷിംനയും പറയുന്നു. ഏട്ടനിപ്പം വിളിക്കുന്നുമില്ല, പോയിട്ട് 5 മാസമായി. ഏട്ടൻ വിളിയുമില്ല, ശമ്പളവും ഇല്ല, ഒന്നുമില്ല. ഏട്ടൻ്റെ വിവരമൊന്നും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഈ കാണുന്ന ചാനലിൽ എല്ലാ മന്ത്രി എല്ലാം ഇപ്പം ഇനി ഏടി പരാതി കൊടുക്കാൻ ഇനി ബാക്കിയില്ല. എല്ലായിടത്തും കൊടുത്ത് വിളിക്കാത്ത ദൈവങ്ങളില്ല, പ്രാർത്ഥിക്കാത്ത ക്ഷേത്രങ്ങളില്ല. ഇനി ഏട്ടനെ എങ്ങനെയെങ്കിലും ആരെങ്കിലും നമ്മൾ സഹായിക്കണം. നമുക്കാരുമില്ല സഹായത്തിന്. തങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാൻ ഇന്ത്യൻ എംബസിയുമായും ജില്ലാ കലക്ടർ SP എന്നിവരുമായും ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മുകേഷ് ഏതോ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഇവർ ഭയപ്പെടുകയാണ്. സിറ്റി നീർച്ചാൽ സ്വദേശി അൻസാരിയെ പിടികൂടിയാൽ മകനെ തിരിച്ചു കിട്ടുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. എന്നാൽ അതിനുള്ള വഴി എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. പിന്നാക്ക വിഭാഗങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും നിരവധി വകുപ്പുകൾ ഉണ്ടെന്നിരിക്കെ ഈ കുടുംബത്തെ ബന്ധപ്പെട്ടവർ കണ്ടില്ലെന്ന് നടിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. മടങ്ങി വരുമെന്ന് ഉറ്റവർക്ക് ഉറപ്പ് നൽകി ഇറങ്ങിപ്പോയ മുകേഷിന്റെ പാദപതനത്തിനായി ചെവി ഓർക്കുകയാണ് ഈ വീടും വീട്ടുകാരും. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. 10 ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ സംയുക്തമായി ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. കണ്ണൂരിൽ നടന്ന ജില്ലാ റാലിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തലശ്ശേരി മാടപ്പിടികയിൽ BJP CPM സംഘർഷം. പോലീസിന് നേരെ ബോംബെറിഞ്ഞു. ഒരു പോലീസുകാരന് പരിക്ക്. ബോംബ് പൊട്ടി 4 RSS പ്രവർത്തകർക്കും പരിക്കേറ്റു. ശ്രീകണ്ഠാപുരത്ത് വീടിന് നേരെ ഗുണ്ടാക്രമണം. വാതിലുകളും ജനലുകളും തകർത്തു. കണ്ണൂർ സിറ്റിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ കത്തിച്ചു. തീ വീടിന്റെ ജാലിയിലേക്കും പടർന്നു. വീട്ടുടമസ്ഥന്റെ മകളുടെ ഭർത്താവ് അറസ്റ്റ്. ബ്ലേഡ് മാഫിയ വീണ്ടും പിടിമുറുക്കുന്നു. വാരത്ത് വാഹനത്തെ പിന്തുടർന്ന് ബ്ലേഡ് മാഫിയയുടെ ആക്രമണം. 2 പേർക്ക് പരിക്ക്. ഭരണശ്ശേരിയിലെ ഒരു യുവാവിന് ബ്ലേഡ് സംഘത്തിന്റെ വെട്ടേറ്റു. ഓപ്പറേഷൻ കുബേര നിർജീവമെന്ന് ആക്ഷേപം. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡയമണ്ട്സ് ഫ്രം ഭീമ. കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ.
Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. Dhanalakshmi Hospitals, Kannur. Care and cure with dedication. Perfect 10 from Kalyan Silks. Mangalya Pattana, ini 10 10. Royal India, Thana Junction, Thana, Kannur. ബാഗുകൾക്ക് മാത്രമായി കണ്ണൂരിലെ പ്രമുഖ സ്ഥാപനം ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇല്ലിക്ക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. പയ്യാമ്പലം ബീച്ചിലെ നടപ്പാത നവീകരിക്കുന്നു. 2 കോടി രൂപ ചെലവിലുള്ള നവീകരണ പ്രവർത്തനം 3 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടെ കടൽ സൗന്ദര്യ ആസ്വാദനത്തിന് കൂടുതൽ സൗകര്യമാകും. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനാണ് പയ്യാമ്പലം നടപ്പാത നിർമ്മാണത്തിന്റെ ചുമതല. കരാറ് സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം 7 മാസമായി നടപ്പാതയുടെ പണി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞയാഴ്ച നടപ്പാതയുടെ പണി പുനരാരംഭിച്ചു. നടപ്പാതയുടെ പണി പൂർത്തിയാകുന്നതോടെ കടൽ സൗന്ദര്യ ആസ്വാദനത്തിനുള്ള സൗകര്യം വർദ്ധിക്കും. പയ്യാമ്പലം ബീച്ച് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്ന് DTPC സെക്രട്ടറി സജി വർഗീസ് പറഞ്ഞു. കണ്ണൂർ പയ്യാമ്പലം വാഗ്വേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഹാർബർ എഞ്ചിനീയറിംഗിന് അതിൻ്റെ പ്രവൃത്തി തുടരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും DTPCയുടെ ചെയർമാനും കൂടിയായ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ കാര്യമായി ഇടപെടുകയും ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിക്കുകയും പ്രവൃത്തി ഇപ്പോൾ വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മാർച്ച് മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 450 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയുമുള്ള നടപ്പാതയാണ് പണിയുന്നത്. നടപ്പാതയിൽ ഇരിപ്പിടങ്ങളും അലങ്കാര ലൈറ്റുകളും സ്ഥാപിക്കും. 2 കോടി രൂപയുടെ പദ്ധതിയുള്ള നടപ്പാതയുടെ നിർമ്മാണം 3 മാസത്തിനകം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ലോട്ടറി നമ്പറുകൾ തിരുത്തി സമ്മാനത്തുക തട്ടിയെടുക്കുന്നതായി പരാതി. 100 മുതൽ 5000 രൂപ വരെയാണ് ഇത്തരത്തിൽ തട്ടിയെടുക്കുന്നത്. തട്ടിപ്പ് സംഘത്തിനെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് ലോട്ടറി തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി C രവീന്ദ്രൻ ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ലോട്ടറി ടിക്കറ്റിലെ നമ്പർ തിരുത്തുന്നത്. 100 മുതൽ 5000 രൂപ വരെ സമ്മാനം ലഭിച്ച നമ്പറുകളാണ് തട്ടിപ്പ് സംഘം തിരുത്തിക്കൊണ്ടുവന്ന് തുക കൈക്കലാക്കുന്നത്. ഇതിന് കാരണവുമുണ്ട്. 5000 രൂപ വരെയുള്ള തുക ലോട്ടറി വിൽപ്പനക്കാരനോ ഏജൻസിക്കോ നേരിട്ട് നൽകാം. അതുകൊണ്ട് തന്നെ ലോട്ടറിയുമായി വിൽപ്പനക്കാരനെ സമീപിച്ചാൽ സമ്മാനം ലഭിച്ച ടിക്കറ്റുകളുടെ നമ്പർ ലിസ്റ്റ് പരിശോധിച്ച് തുക നൽകും. ലോട്ടറി ടിക്കറ്റിൻ്റെ നമ്പർ തിരുത്തി സമ്മാനം അടിക്കുന്ന സംഘം വ്യാപകമായി പ്രവർത്തിച്ചു വരികയാണ്. 5000 രൂപ മുതൽ താഴോട്ടുള്ള സംഖ്യ ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പ്രൈസ് മാറിക്കൊടുക്കാനുള്ള അനുമതി സർക്കാരിൽ നിന്ന് തന്നെ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രൈസ് ടിക്കറ്റ് ഏജന്റുമാർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സംഘം പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ഉറുപ്പിക നമ്മുടെ ലോട്ടറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കമ്പ്യൂട്ടർവൽകൃത ഏജൻസികളിൽ ഈ തട്ടിപ്പ് നടക്കില്ല. ടിക്കറ്റിലെ ബാർകോഡ് പരിശോധിക്കുമ്പോൾ നമ്പറിലെ തിരുത്ത് പിടിക്കപ്പെടും. വിന്നിങ് എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് ആദ്യം സംസാരിച്ചത്, മടക്കി വിടുകയാണ് ചെയ്തത്. രണ്ടാമത് നമ്മൾ പറഞ്ഞു വിന്നിങ് 5000 രൂപ വരെ നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ ഉള്ളതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവർ ഏകദേശം ഒരു 300 രൂപയുടെ വിന്നിങ് ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബാക്കി ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപയുടെ വിന്നിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഓട്ടോമാറ്റിക്കലി 300 കഴിച്ചിട്ട് ബാക്കി പൈസ കൊടുത്തിട്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് മെയിനായിട്ട് സംഭവിച്ച സ്ഥലങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത്. അവിടെയൊക്കെ ക്യാമറകൾ ഉള്ള സ്ഥലങ്ങളാണ്. അതായത് ജില്ലയിൽ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി 1.5 ലക്ഷത്തോളം രൂപ വിവിധ പ്രദേശങ്ങളിലായി തട്ടിപ്പ് സംഘം കൈക്കലാക്കിയതായി ലോട്ടറി തൊഴിലാളികൾ പറയുന്നു. 1000 ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ കുടുങ്ങിയിട്ടാണ് അനുഭവപ്പെട്ടത്. എനക്കും അനുഭവപ്പെട്ടു. അതോടുകൂടി പിന്നെ ഞാൻ ഇവിടുന്ന് ആലോചിച്ചിട്ട് പെറ്റീഷൻ കൊടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഒറിജിനൽ ടിക്കറ്റ് ആ തട്ടിപ്പിൽ കുടുങ്ങിയ ടിക്കറ്റ് അവിടെ കൊടുത്തിട്ടാവില്ല. ഇത്തരക്കാരെ തടയാൻ ഫലപ്രദമായ യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ലെന്ന പരാതി ശക്തമാണ്. കഴിഞ്ഞ ദിവസം ചക്കരക്കല്ലിൽ തട്ടിപ്പ് സംഘത്തിന്റെ ബൈക്ക് നമ്പർ ലോട്ടറി തൊഴിലാളികൾ പോലീസിനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും യാതൊരു അന്വേഷണവും നടന്നില്ല. പുഴാതി പഞ്ചായത്തിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അട്ടിമറിച്ചെന്ന് ആരോപിച്ചാണ് യൂത്ത് ലീഗ് UDF ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയത്. പുഴാതി പഞ്ചായത്തിലെ മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ UDF ഭരിക്കുന്ന പഞ്ചായത്തായ പുഴാതി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയത്. KM ഷാജി MLA 1 വർഷം മുമ്പ് അനുവദിച്ച 1 കോടി രൂപ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാത്തതിനാൽ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു. ഇപ്പോൾ പൈക്ക 7 ലക്ഷം രൂപ അനുവദിച്ചുവെങ്കിലും യാതൊരു നിർമ്മാണ പ്രവർത്തനവും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് അഹമ്മദ് മാണിയൂർ പറഞ്ഞു. സ്റ്റേഡിയം വിപുലീകരിക്കാനും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും ഉള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ പോലും പുഴയുടെ സ്ഥലം ഉപയോഗപ്പെടുത്തി സ്റ്റേഡിയവും സ്വിമ്മിംഗ് പൂളും ഒക്കെ
പഞ്ചായത്ത് ബോർഡ് തീരുമാനിച്ചപ്പോ നാട് വികസിക്കട്ടെ, പുഴ പോയാലും സാരമില്ല, നാട്ടിലൊരു വികസനം ഉണ്ടാകുമെങ്കിൽ ഈ നാട്ടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന സംരംഭങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന നിലയിലാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും നാട്ടുകാരും എല്ലാവിധം ആളുകളും അതിനെ പിന്തുണ നൽകിയത്. ജലാലുദ്ദീൻ അറഫാത്ത് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പുഴാതി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി VK മുഹമ്മദ് അലി, പ്രസിഡന്റ് PP സുബൈർ, KPS സലീം തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൊതുജന സൗഹൃദത്തിന്റെ ഭാഗമായുള്ള പരിശീലന പരിപാടി തുടങ്ങി. തലശ്ശേരി സബ് ഡിവിഷനിലെ പരിശീലനം DIG ദിനേന്ദ്ര കശ്യപ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് ഡിവിഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരും ദിവസങ്ങളിൽ പരിശീലനം നൽകും. പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ പെരുമാറ്റ രീതി സൗഹൃദകരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടി. തലശ്ശേരി സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കണ്ണൂർ റേഞ്ച് DIG ദിനേന്ദ്ര കശ്യപ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി കനക് റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി PN ഉണ്ണിരാജൻ അധ്യക്ഷത വഹിച്ചു. JSIS അന്തർദേശീയ പരിശീലകൻ അഡ്വക്കേറ്റ് AV വാമനകുമാർ ക്ലാസ് എടുത്തു. CI VV ബെന്നി, KJ മാത്യു, MG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ ഇരിട്ടി, കണ്ണൂർ, തളിപ്പറമ്പ് സബ് ഡിവിഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകും. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി, പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി, ജനമൈത്രി പോലീസ് എന്നിവ സംയുക്തമായാണ് പരിശീലനം നൽകുന്നത്. ഈ ജോലി ഈ ഗ്ലാസ് വെള്ളം നോക്കി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജോലിയാണ്. അതിൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പോരായ്മകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആകുന്ന ഈ ഗ്ലാസിന്റെ വെള്ളം, ഓക്കെ, ഈ ഗ്ലാസ് വെള്ളവും ആൾക്കാരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാവും. അതേ ചോദിച്ചു ഈ കൈയുടെ വേദന പോകാൻ എന്താ ചെയ്യുന്നത് ചൂടിനോട്. ഇപ്പൊ എനിക്ക് കൈക്ക് ഇങ്ങനെ കുറെ നേരം ഞാൻ ഈ ഗ്ലാസ് വെള്ളം പിടിച്ചോണ്ടുള്ള വേദനിക്കും. ഈ വേദന പോകാൻ എന്താ വഴി ചോദിച്ചു. കുട്ടികളോട് വേദന പോകാൻ എന്താ വഴി? ആ ഗ്ലാസ് വെള്ളം താഴെ വെക്കണം, വേറൊരു വഴിയില്ല. കണ്ണൂരിലെ ദേശീയപാതയിൽ കുഴിക്കലും കിളക്കലും പതിവാകുന്നു. റോഡിന്റെ ഇരുവശത്തും മെറ്റലിട്ട് റോഡ് വീതി കൂട്ടൽ പണി നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ റിലയൻസിന്റെ കേബിൾ ഇടുന്നതിനായി കുഴിയെടുക്കുന്നത്. ഇത് റോഡ് പണിയെയും തടസ്സപ്പെടുത്തുന്നു. കുഴിക്കലും കിളക്കലിനും ഒക്കെ ശേഷം റോഡിന്റെ പണി ആരംഭിച്ചാൽ പോരായിരുന്നു എന്നാണ് പൊതുവെയുള്ള ചോദ്യം. വാരത്ത് CITU പ്രവർത്തകനെ ഗുണ്ടാസംഘം മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് CITUവിന്റെ നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. പഴയ ബസ് സ്റ്റാൻഡിൽ CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ അഭിസംബോധന ചെയ്തു. ഗുണ്ടകളെ തീറ്റിപ്പോറ്റി സംരക്ഷിക്കുന്ന ബ്ലേഡ് മാഫിയകളെ ഇല്ലാതാക്കി ജനങ്ങൾക്ക് സമാധാന ജീവിതം സാധ്യമാക്കണമെന്ന് KP സഹദേവൻ ആവശ്യപ്പെട്ടു. ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കളായ പ്രേമൻ, ജയരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആ തൊഴിലിന്റെ ഭാഗമായി അയാൾ ജോലി ചെയ്യുന്ന അവസരത്തിലാണ് ഒരു പറ്റം ഗുണ്ടകൾ, നമുക്കറിയാം കണ്ണൂരിൽ ബ്ലേഡ് മാഫിയ ശക്തമായി പ്രവർത്തിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് ബ്ലേഡ് മാഫിയക്കെതിരെ നടപടി സ്വീകരിക്കുന്നു എന്ന് പല വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും കണ്ണൂരിൽ അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്. വൺ റാങ്ക് വൺ പെൻഷൻ പൂർണ്ണമായി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് വിമുക്ത ഭടന്മാർ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിമുക്ത ഭടന്മാരുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത് നല്ല ഭരണാധികാരികൾക്ക് ചേർന്നതല്ല. ഇവരുടെ സേവനങ്ങളാണ് ഒരു കാലത്ത് രാജ്യത്തിന് സുരക്ഷയും സമാധാനവും നൽകിയതെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ദേശാഭിമാനത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ദേശീയ പ്രമുഖതയുടെയും ഒരു ഘടകം കൂടിയാണ് എന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്ന ഈ വർത്തമാന കാലത്ത് ഇന്ത്യയെ രക്ഷിക്കാൻ, ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ, ഇന്ത്യ ആത്മീയ ചൈതന്യം സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ ദേശീയ പ്രഭുത്വം സംരക്ഷിക്കാനുള്ള ബാധ്യത മറ്റാരേക്കാളുമുള്ള ഒരു വലിയ വിഭാഗമാണ് നിങ്ങളെന്നതുകൊണ്ട് നിങ്ങളുടെ ഓരോ ചുവടുവെപ്പുകളും ഈ രാജ്യത്തെ നേരായ മാർഗത്തിലേക്ക് നയിക്കാനുള്ള ചുവടുവെപ്പുകളായി മാറേണ്ടതും ഈ രാജ്യത്തിന്റെ രക്ഷക്കാവശ്യമാണ്. ക്യാപ്റ്റൻ KC കൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. MT ജനാർദ്ദനൻ നമ്പ്യാർ, KNL T കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മമ്പറം കേളാലൂർ ക്ഷേത്രത്തിൽ കവർച്ച. 3 ഭണ്ഡാരങ്ങളിലെ പണം നഷ്ടപ്പെട്ടു. 2 വർഷത്തിനിടെ 4ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത്.
മമ്പറം കേളാലൂർ മഹാവിഷ്ണു ഗണപതി ക്ഷേത്രത്തിനകത്ത് വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ച 3 ഭണ്ഡാരങ്ങളാണ് മോഷ്ടാക്കൾ കുത്തിത്തുറന്നത്. ഓഫീസിന്റെയും സ്റ്റോർ റൂമിന്റെയും പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാക്കൾ 3 അലമാരയുടെയും പൂട്ട് തകർത്തു. മേശവലിപ്പും തുറന്നു. ഈ വർഷം 2ാം തവണയാണ് ഇവിടെ മോഷണം നടക്കുന്നത്. കഴിഞ്ഞ വർഷവും 2 തവണ മോഷണം നടന്നിരുന്നു. നിരന്തരം മോഷണം നടക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ പണമൊന്നും സൂക്ഷിക്കാറുണ്ടായിരുന്നില്ല. നവംബർ 27 ക്ഷേത്രോത്സവം നടന്നിരുന്നു. അതിനുശേഷം 29 ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിന്നും പണം എടുത്തിരുന്നു. ഇനി പ്രാദേശിക വാർത്തകൾ. വളപട്ടണം ബോട്ട് ചെട്ടിക്ക് സമീപമുള്ള വീട്ടുകാർ പുഴയിലിടുന്ന മാലിന്യം കാരണം ദുരിതത്തിൽ. പിടിച്ചെടുത്ത മണൽ തോണികൾ പുഴയിൽ സൂക്ഷിക്കുന്നതാണ് ഇവിടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാൻ കാരണം. തോണികൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ ഉള്ളതിനാലാണ് തോണികൾ നീക്കം ചെയ്യാത്തതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വളപട്ടണം ബോട്ട് ചെട്ടിയിലാണ് 200ഓളം മണൽ തോണികൾ പിടിച്ചിട്ടിരിക്കുന്നത്. വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന മണൽ തോണികളാണിവ. പിടിച്ചെടുക്കുന്ന തോണികൾ ഉടമസ്ഥർ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി തോണികളുടെ അടിഭാഗത്ത് ഓട്ടയുണ്ടാക്കുകയാണ് പതിവ്. ഇതോടെ തോണികൾ പുഴയിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇതുകാരണം ഈ ഭാഗത്തെ ഒഴുക്ക് കുറയുന്നു. ഭീമമായ പിഴ ഈടാക്കുന്നതിനാൽ തോണി തിരിച്ചു കൊണ്ടുപോകാൻ ഉടമസ്ഥർ തയ്യാറാകാത്തതുകൊണ്ടുതന്നെ പുഴയിലേക്ക് തള്ളുന്ന അറവ് മാലിന്യങ്ങളടക്കം ഈ ഭാഗത്ത് കെട്ടിക്കിടക്കുകയാണ്. ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം സമീപവാസികൾ പൊറുതിമുട്ടുകയാണെന്ന് വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് സലാം ഹാജി പറയുന്നു. പിന്നെ വൈകുന്നേരങ്ങളിലാകുമ്പം ഈ പറവകൾ വന്നിട്ട് ഈ അറവ് മാലിന്യങ്ങൾ കൊത്തിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പരിസരത്തുള്ള വീടുകളുടെ കിണറിൽ കൊണ്ടുപോയിടുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ 2-3 പ്രാവശ്യം കളക്ടറെടുത്ത് പോയി നിവേദനങ്ങൾ കൊടുത്തതാണ്. അതിൻ്റെ പേരിൽ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റിലുള്ള സ്ഥലം അതവർക്ക് സുന്ദരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു ദ്രോഹമില്ല, ജനങ്ങളുമില്ല, ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആർക്കും ദ്രോഹമില്ലാത്ത രീതിയിൽ മാലിന്യങ്ങൾ സുഖമായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അവർ യാതൊരു ശ്രദ്ധയില്ലാതെ ഇങ്ങനെ കൊണ്ടുപോകാം. ഇപ്പോൾ സൂക്ഷിക്കുന്നതിന്റെ എതിർവശത്ത് പിടിച്ചിടുന്ന തോണികൾ സൂക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടം ജനവാസ കേന്ദ്രമല്ലാത്തതിനാൽ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. അറവ് മാലിന്യങ്ങൾ പറവകൾ കൊത്തി സമീപ പ്രദേശങ്ങളിലെ വീട്ടുകിണറിലടക്കം ഇടുന്നത് പകർച്ചവ്യാധി ഭീഷണിയും ഉയർത്തുന്നു. തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് ഇവിടുന്ന് പോകുമായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ MLA സമ്മതം ചെലുത്തി കഴിഞ്ഞാൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പഞ്ചായത്ത് സമ്മതം ചെലുത്തുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പല ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് വെച്ചാൽ ഇതേപോലെ എവിടെയും ഒരു പുഴയിലും ഇങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. പുഴയിലെ ഒഴുക്ക് സ്തംഭിച്ചതോടെ തടികൾ മില്ലിലേക്ക് എത്തിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. നിരവധി തവണ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. നെല്ലിക്കപ്പാലം ചെക്കിക്കുളം റൂട്ടിൽ CRC കുന്ന് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാവുന്നു. കൊടും വളവും ചെങ്കുത്തായ കയറ്റവുമുള്ള ഇവിടെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന നെല്ലിക്കപ്പാലം റൂട്ടിൽ പെരുമാച്ചേരി CRC കുന്ന് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഏറെ ഭീതിയാണ് ഉണ്ടാക്കുന്നത്. കൊടുമ്പളവും ചെങ്കുത്തായ കയറ്റവും ഇറക്കവുമാണ് പ്രശ്നം. അപകടങ്ങളുടെ ശബ്ദം കേട്ടാണ് പരിസരവാസികൾ ഉണരുന്നത് തന്നെ. CRC വളവ് കൊല്ലങ്ങളായിട്ടുള്ള ഇങ്ങനെയുള്ള വളവാണിത്. ഇപ്പോൾ ഇതുവരെയായിട്ട് ഇത് നികത്താനോ ഇതൊരു നല്ല രീതിയിലാക്കി റോഡാക്കാനോ ആരും താല്പര്യപ്പെട്ടിട്ടില്ല. പല അപകടങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്. ബസ്സുകാരൊക്കെ എപ്പോഴും വളരെ ദുരിതമായിട്ടാണ് ഇവിടെ ബസ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അതുമാത്രമല്ല ബൈക്കുകാർ എപ്പോൾ അപകടങ്ങളിൽപ്പെടുന്ന ഒരു വളവാണിത്. ബൈക്കുകാരെ ദിവസം അപകടങ്ങളിൽപ്പെടാറുണ്ട്. പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ട് ഇതുവരെ പഞ്ചായത്തുകാർ ഇതിനു വേണ്ടിയിട്ടൊരു നടപടി എടുത്തിട്ടില്ല. ഇതൊന്ന് വളവ് നീർക്കാനോ അല്ല മറ്റുള്ള കുറച്ച് വീതി കൂട്ടി താറിയാനോ ആരും ഒന്നും ഇതുവരെ ആയിട്ട്. ചെങ്കുത്തായ കയറ്റാണ് ഈ CRC വളവ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായ അപകടങ്ങൾ സംഭവിക്കുന്ന ഏരിയയാണ്. ഈ ലോഡായിട്ടുള്ള ബസ്സോ അല്ലെങ്കിൽ ലോറി എന്തെങ്കിലും കയറുമ്പോൾ അധികം ബാക്ക് ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് പിന്നെ കയറാൻ കഴിയാതെ ലോഡെല്ലാം ഇറക്കിയിട്ട് കയറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ കൊളച്ചേരിനാട്ടിലുള്ളത്. കനാൽ പാലം റോഡ് വഴി 1 വേ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. റോഡ് പ്രവൃത്തി ആരംഭിച്ച സാഹചര്യത്തിൽ കുന്നിന് മാറ്റം വരുത്താൻ PWD അധികൃതർ കനിയണം. നാട്ടുകാരുടെ പരാതി പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം നേരിട്ട് പരിശോധന നടത്തണമെന്ന ആവശ്യവും ശക്തമാണ്. മാലിന്യ കൊട്ടയായി വളപട്ടണം പഴയങ്ങാടി റോഡ്. അറവ് മാലിന്യങ്ങൾ തുടങ്ങി ബാർബർ ഷോപ്പ് മാലിന്യങ്ങൾ വരെ ഇവിടെ കൊണ്ടു തള്ളുകയാണ്. ഏഴിമല നാവിക അക്കാദമിയിലേക്കുള്ള പ്രധാന റോഡാണ് ഇത്.
വളപട്ടണം പഴയങ്ങാടി റോഡിലാണ് മാലിന്യങ്ങൾ കുന്നുകൂടി ചീഞ്ഞു നാറുന്നത്. വർഷങ്ങളായി ഈ റോഡിന്റെ അവസ്ഥ ഇതുതന്നെയാണ്. അറവ് മാലിന്യങ്ങൾ തുടങ്ങി ബാർബർ ഷോപ്പിലെ മാലിന്യങ്ങൾ വരെ പുറന്തള്ളുന്നത് ഇവിടെയാണ്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ഇടപെട്ട് രാത്രി കാവലിന് ആളെ നിർത്തിയെങ്കിലും മാലിന്യം തള്ളുന്നതിന് മാത്രം യാതൊരു കുറവും ഉണ്ടായില്ല. അതേസമയം കാവലിന് ആളെ നിർത്തിയതോടെ മാലിന്യങ്ങൾ കൂട്ടിവെച്ച് ഒരുമിച്ച് റോഡിലേക്ക് തള്ളുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഏഴിമല നാവൽ അക്കാദമിയിലേക്കുള്ള പ്രധാന റോഡാണിത്. പ്രദേശവാസികൾ ഇതിനെതിരെ പ്രതികരിച്ച് മടുത്തിരിക്കുകയാണ്. ആരിടപെട്ടാലാണ് പഴയങ്ങാടി റോഡിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരികയെന്നും ഇവർക്കറിയില്ല. ഏതായാലും പഴയങ്ങാടി റോഡിനെ മാലിന്യങ്ങളുടെ ഇടയിൽ നിന്നും രക്ഷിക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. എടച്ചുവ തുഞ്ചത്താചാര്യ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. തലശ്ശേരി സബ് കളക്ടർ നവജ്യോത് കോസ IAS ഉദ്ഘാടനം ചെയ്തു. പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. dream that you have realized for yourself, you should work with full dedication and determination. Nothing is impossible if you work dedicatedly towards your goal. So this is the right time for you to explore your potential and realize what you best in. And with these words, I would also like to congratulate all the participants who will be participating in the annual sports. My good wishes to the school to bring more knowledge to the town and good wishes to all the students for a bright future. ചടങ്ങിൽ തുഞ്ചത്താചാര്യ സ്കൂൾ പ്രസിഡന്റ് P. വിജയൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ DSS VS സുനിൽകുമാർ മുഖ്യ അതിഥിയായി. ജനറൽ സെക്രട്ടറി PK ഗോപാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് P. വിജയൻ തുടങ്ങിയവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. പ്രിൻസിപ്പൽ സുലേഖ വേണുഗോപാൽ, സതീദേവി, സ്കൂൾ ലീഡർ ധനശ്രീ ധനഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. തളാപ്പ് ചിന്മയ കോളേജിലെ വിദ്യാർത്ഥിനികൾ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് രക്തദാനം ചെയ്തു. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും HDFC ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജീവന്റെ മൂല്യവും രക്തദാനത്തിന്റെ മഹത്വവും മനസ്സിലാക്കി നിരവധി വിദ്യാർത്ഥിനികൾ രക്തദാനത്തിന് സന്നദ്ധരായി. ജീവൻ രക്ഷിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നു. നമ്മളെ ബ്ലഡ് കൊടുത്താൽ മിനിമം 4 ആളെ വരെ ജീവിതം രക്ഷിക്കാൻ പറ്റുന്ന TV-യിലെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിന് നമ്മളെ കോളേജ് ഒരുപാട് തവണ ഇങ്ങനത്തെ പരിപാടികളെല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഞങ്ങൾ പറ്റിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്കാണ് രക്തം ദാനം ചെയ്തത്. ഡോക്ടർ ഷഹീദ, HDFC സീനിയർ മാനേജർ N. മോഹനൻ, ക്ലസ്റ്റർ ഹെഡ് രതീഷ്, ചിന്മയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജയമ്മ നായർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സംസ്ഥാന മെഡിക്കൽ അത്ലറ്റിക് മീറ്റ് ഉദ്ഘാടനത്തിനെത്തിയ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാവ് രഞ്ജിത്ത് മഹേശ്വരിക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാൻ MV ജയരാജൻ, ആരോഗ്യ സർവകലാശാല സ്റ്റുഡന്റ് ഡീൻ KB സുധീർ കുമാർ, PK ശബരീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ഇന്നു മുതൽ 3 ദിവസം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് അത്ലറ്റിക് മീറ്റ് നടക്കുക. സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ ഗോൾഡ് സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ, കോഴിക്കോട്, കണ്ണൂർ, സുൽത്താൻ ബത്തേരി. സ്വർണം പവന് 120 രൂപ കുറഞ്ഞു. ഗ്രാമിന് 2475 രൂപ. പവന് 19,800 രൂപ. വെള്ളി ഗ്രാമിന് 40 രൂപ. 10 ഗ്രാമിന് 400 രൂപ. അറിയിപ്പുകൾ. ദേശീയ ഗെയിംസ് നാളെ കലക്ടറേറ്റിൽ യോഗം ചേരും. CPI കണ്ണൂർ മണ്ഡലം സമ്മേളനം നാളെയും 7-നും കണ്ണൂരിൽ നടക്കും. മന്ത്രി KC ജോസഫ് നാളെ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പള്ളിപ്പെരിയാരത്ത് പുതിയ ഭഗവതിക്കാവ് കുടുംബസംഗമം ഞായറാഴ്ച കാവിൽ നടക്കും. ജില്ലാ പോലീസ് പരാതി അതോറിറ്റി ചെയർമാൻ 17, 31 തീയതികളിൽ തെളിവെടുക്കും. അഴീക്കോട് ഇളങ്കരുമകൻ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ലക്ഷദ്വീപം സമർപ്പണം നടത്തും. അഞ്ചരക്കണ്ടി കൃഷിഭവനിൽ മുട്ടക്കോഴി വിതരണം നാളെ കൃഷിഭവനിൽ നടക്കും. നാവ് ചെറുകഥാ പുരസ്കാരം പ്രമോദ് കൂവേരിക്ക് ലഭിച്ചു.
തലശ്ശേരി സ്വരലയ പാടാൻ ആഗ്രഹിക്കുന്നവർക്കായി പാട്ടുകൂട്ടം പരിപാടി നടത്തുന്നു. താല്പര്യമുള്ളവർ 9495106476 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജില്ലാ ശുചിത്വ മിഷൻ ഏർപ്പെടുത്തിയ ക്ലീൻ ഓഫീസ് അവാർഡ് വിതരണം നാളെ കലക്ടറേറ്റിൽ നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. 10 ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ സംയുക്തമായി ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. കണ്ണൂരിൽ നടന്ന ജില്ലാ റാലിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തലശ്ശേരി മാടപ്പിടികയിൽ BJP CPM സംഘർഷം. പോലീസിന് നേരെ ബോംബെറിഞ്ഞു. ഒരു പോലീസുകാരന് പരിക്ക്. ബോംബ് പൊട്ടി 4 RSS പ്രവർത്തകർക്കും പരിക്കേറ്റു. ശ്രീകണ്ഠാപുരത്ത് വീടിന് നേരെ ഗുണ്ടാക്രമണം. വാതിലുകളും ജനലുകളും തകർത്തു. കണ്ണൂർ സിറ്റിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ കത്തിച്ചു. തീ വീടിന്റെ ജാലിയിലേക്കും പടർന്നു. വീട്ടുടമസ്ഥന്റെ മകളുടെ ഭർത്താവ് അറസ്റ്റ്. ബ്ലേഡ് മാഫിയ വീണ്ടും പിടിമുറുക്കുന്നു. വാരത്ത് വാഹനത്തെ പിന്തുടർന്ന് ബ്ലേഡ് മാഫിയയുടെ ആക്രമണം. 2 പേർക്ക് പരിക്ക്. ഭരണശ്ശേരിയിലെ ഒരു യുവാവിന് ബ്ലേഡ് സംഘത്തിന്റെ വെട്ടേറ്റു. ഓപ്പറേഷൻ കുബേര നിർജീവമെന്ന് ആക്ഷേപം. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.